ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഫ്രാൻസും അർജന്റീനയും ഏറ്റുമുട്ടിയ മത്സരം കളിക്കളത്തിലെയും കളത്തിന് പുറത്തെയും അസ്വാരസ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയെ ഒറ്റ ഗോളിന് കീഴടക്കി ഫ്രാൻസ് സെമിയിലേക്ക് മുന്നേറി. ലഭിച്ച സുവർണാവസരങ്ങൾ മുതലാക്കാൻ കഴിയാതെ പോയതാണ് അർജന്റീനയ്ക്ക് തിരിച്ചടിയായത്. ഫൈനൽ വിസിൽ മുഴങ്ങിയതിനു ശേഷം അർജന്റീനയുടെയും ഫ്രാൻസിൻ്റെയും താരങ്ങൾ തമ്മിൽ കയ്യാങ്കളിയും നടന്നിരുന്നു. അർജന്റീന താരങ്ങളുടെ കുടുംബങ്ങളുടെ മുന്നിൽ ഫ്രാൻസ് താരങ്ങൾ വിജയം ആഘോഷിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. മത്സരത്തിന് ശേഷം ഇതേക്കുറിച്ച് രൂക്ഷമായാണ് അർജന്റീൻ നായകൻ നിക്കോളാസ് ഒറ്റമെൻ്റി സംസാരിച്ചത്. സെവിയ്ക്ക് വേണ്ടി കളിക്കുന്ന ഫ്രാൻസ് ടീമിലെ പ്രതിരോധ താരമായ ലോയിക് ബേഡയുടെ പ്രവൃത്തികളാണ് തങ്ങളുടെ രോക്ഷത്തിനിരയാക്കിയതെന്നാണ് നിക്കോളാസ് ഒറ്റമെൻ്റി പറയുന്നത്. അവിടെ ഒരുത്തനുണ്ടായിരുന്നു, ബെയ്റ്റ്. അവൻ്റെ പേര് എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല. അവൻ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഇടയിൽ വന്ന് തീർക്കാമായിരുന്നു. അവർ അത് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മുന്നിലാണ് ആഘോഷിച്ചത്. അവർക്ക് ഞങ്ങൾ കളിക്കാരുടെ അടുത്ത് വന്ന് ആഘോഷിക്കുകയും പറയാനുള്ളത് പറയുകയും ചെയ്യാമായിരുന്നുവെന്നും ഒറ്റമെൻ്റി ശുഭിതനായി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.